തൃശൂരിൽ കോടികളുടെ വിദ്യാഭ്യാസ കൊള്ള നടത്തിയ സ്കൂൾ മാനേജർ വി സി പ്രവീണിനെ മാനേജർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. മച്ചാട്, പള്ളിക്കൽ, കുരിക്കുഴി സ്കൂളുകളുടെ മാനേജർ സ്ഥാനമാണ് പ്രവീണിന് നഷ്ടപ്പെട്ടത്. സ്കൂളുകളുടെ ഭരണം ഇനി സർക്കാർ ഏറ്റെടുക്കും. റിപ്പോർട്ടറിന്റെ SIT പരമ്പരയായ എയ്ഡഡ് കൊള്ളയിലൂടെയാണ് പ്രവീണിന്റെ നിയമലംഘനങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. 2009 മുതൽ വി സി പ്രവീൺ തട്ടിപ്പ് തുടങ്ങിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. 114 അധ്യാപകരിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങി പറ്റിച്ച വാർത്ത റിപ്പോർട്ടർ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നു. വർഷങ്ങളോളം ജോലി ചെയ്തതിലും പ്രവീൺ 1 രൂപ പോലും കൊടുത്തില്ല. അധ്യാപകർ റിപ്പോർട്ടറിന്റെ ക്യാമറയുടെ മുന്നിലെത്തി. പിന്നീട് അങ്ങോട്ട് വി സി പ്രവീൺ നടത്തിയ നിയമലംഘനങ്ങളുടെയും അഴിമതികളുടെയും തെളിവുകൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നു. വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് നടപടി ഉറപ്പെന്ന് റിപ്പോർട്ടറിലൂടെ പറഞ്ഞു. അതുവരെ മടിച്ചു നിന്ന പോലീസും കേസെടുത്തു തുടങ്ങി. പിന്നാലെ പ്രവീൺ ജയിലിലായി. ഇതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രവീണിന്റെ മാനേജർ സ്ഥാനം റദ്ദാക്കാനുള്ള നടപടി തുടങ്ങിയതും ഒടുവിൽ ഉത്തരവിറക്കിയതും. റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു ഉത്തരവ്. ഇനി സ്കൂളുകളുടെ ഭരണ ചുമതല സർക്കാർ ഏറ്റെടുക്കും. 15 വർഷം മുമ്പ് പ്രവീൺ തുടങ്ങിയ തട്ടിപ്പ് തുടർന്നു വരികയായിരുന്നു. റിപ്പോർട്ടർ SIT വാർത്താ പരമ്പര ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നിരവധി അധ്യാപകരെ പ്രവീൺ പറ്റിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ കച്ചവടക്കാരനെയാണ് ഞങ്ങൾ പുറത്തു കാണിച്ചത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.